ഇവിടെ കാര്യം കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. SI പരിശീലനം പൂർത്തിയാക്കിയ അച്ഛന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ പോലീസ് വേഷം അണിഞ്ഞെത്തി മകന്റെ സല്യൂട്ട്. തൃശൂർ പോലീസ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ കോഴിക്കോട് സ്വദേശി കിരണിന്റെ മകൻ 3.5 വയസ്സുകാരൻ മാനവാണ് പോലീസ് വേഷത്തിലെത്തി അച്ഛനെ ഞെട്ടിച്ചത്. ഞായറാഴ്ച രാവിലെ തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വെച്ച് സബ് ഇൻസ്പെക്ടർ പരിശീലനം പൂർത്തിയാക്കിയ സേനാ അംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡായിരുന്നു. അതിനിടയിലാണ് ഈ കൗതുക കാഴ്ച. പാസിംഗ് ഔട്ട് കഴിഞ്ഞ് വീട്ടുകാരെ തിരിഞ്ഞു നടക്കുകയായിരുന്നു കിരൺ. അതിനിടയിലാണ് ഒരു വലിയ സർപ്രൈസ് ലഭിച്ചത്. അച്ഛനെ സ്വീകരിക്കാനായി 3.5 വയസ്സുകാരൻ മകൻ പോലീസ് വേഷത്തിലാണ് എത്തിയത്. 3.5 വയസ്സുകാരൻ മാനവ് അച്ഛന് മുൻപിൽ ഒരു സല്യൂട്ടും നൽകി. ആ സല്യൂട്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായി കണക്കാക്കുന്നു കിരൺ. ക്യാമ്പിൽ നിന്ന് കിരണിന്റെ ഫോട്ടോകളും വീഡിയോകളും വീട്ടിലേക്ക് അയക്കുമ്പോൾ അത് കണ്ട് ഞാനും പോലീസാകും എന്നായിരുന്നു മാനവ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഇപ്പോൾ പോലീസ് വേഷം അണിയണമെന്നും മാനവിന് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ പാസിംഗ് ഔട്ട് പരേഡിന് തൃശൂർ രാമവർമ്മപുരത്തുള്ള പോലീസ് അക്കാദമിയിലേക്ക് വന്നപ്പോൾ അമ്മ അഞ്ജന മാനവിനെ ആ വേഷം അണിയിച്ചാണ് കൊണ്ടുവന്നത്. അപ്രതീക്ഷിതമായി മകനെ ഒരു കുഞ്ഞു പോലീസുകാരനായി കണ്ട ആ നിമിഷം ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ സന്ദർഭമായി കണക്കാക്കുന്നു കിരൺ. പ്രൗഡിയായിരുന്നു മോനെ കണ്ടപ്പോഴേ. ആ യൂണിഫോമിൽ മോനെ കണ്ടപ്പോ തീരെ പ്രതീക്ഷിച്ചില്ല. ഓനിപ്പം പോലീസ് ആവണമെന്നാ ആദ്യം ഇപ്പം തുടങ്ങിയ ആഗ്രഹങ്ങളാണ് പോലീസ് ആവണം എന്നുള്ള രീതിയിലെ സിനിമകളും കണ്ടു. അങ്ങനെയൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഫോട്ടോസും കാണിക്കലുണ്ട്. ഞങ്ങൾ കമാൻഡോ ട്രെയിനിങ്ങിന്റെ ഫോട്ടോസൊക്കെ വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയതാണ് മോന്. അച്ഛന്റെയും മകന്റെയും സ്നേഹപ്രകടനം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മനസ്സും നിറച്ചു. മാനവിന്റെ അമ്മയുടെ അച്ഛനും പോലീസുകാരനായിരുന്നു. മുത്തച്ഛനാണ് സല്യൂട്ട് അടിക്കാനും പാസിംഗ് ഔട്ടിലേതുപോലെ പരേഡ് ചെയ്യാനും 3.5 വയസ്സുകാരൻ മാനവിനെ പഠിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ് തൃശൂർ. MS ലിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, എത്ര മനോഹരമായ സർപ്രൈസ് അല്ലേ! ആ അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഈ പാസിംഗ് ഔട്ട് പരേഡ്, പരിശീലനം കഴിഞ്ഞുള്ള ഒരു ദിവസം. ആ ദിവസം ഇരട്ടി മധുരമാക്കിയിരിക്കുകയാണ് ഈ കുഞ്ഞുമോൻ അല്ലേ? തീർച്ചയായും. അതായത് ഈ പാസിംഗ് ഔട്ട് പരേഡിന് ഒരുപാട് ഇത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു അച്ഛന് മകൻ ഇത്രയും വലിയൊരു സർപ്രൈസ്. അത് ആ മകൻ മാത്രമല്ല, ആ അമ്മയും അതുപോലെ തന്നെ വീട്ടുകാരും എല്ലാവരും കൂടി. അഞ്ജന ഈ കിരണിന്റെ ഭാര്യയാണ്. അതിനോടൊപ്പം തന്നെ മാനവിന്റെ മുത്തശ്ശനും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കിരണ് നൽകിയ ഒരു സർപ്രൈസാണ്. ആ ഒരു സമയത്ത് നമ്മളൊക്കെ ആ പാസിംഗ് ഔട്ട് പരേഡിന് പോയിരുന്നെങ്കിൽ പോലും ഒരുപാട് ആളുകൾ അതിനിടയിൽ നിന്ന് ഈ ഒരു സന്ദർഭം കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ സുഹൃത്ത് ആഷിഖാണ് ഈ ഒരു രംഗം ക്യാമറയിൽ പകർത്തി നമുക്കും ആയി നൽകിയത്. എന്തായാലും ആ കിരൺ പറയുന്നു, കിരണ് ഞാൻ ഫോണിൽ വിളിച്ച് കിരണുമായി സംസാരിച്ചപ്പോൾ കിരൺ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു സന്ദർഭം ഇനി ഉണ്ടാകുമോ എന്ന് പോലും എനിക്കറിയില്ല. അത്രത്തോളം വിവരിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് സന്തോഷവാനായിരുന്നു താൻ എന്നുള്ളതാണ് കിരൺ പറയുന്നത്. അഞ്ജനയ്ക്കും അതുപോലെ തന്നെ ഈ മാനവിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കിരൺ ഈ ക്യാമ്പിൽ നിന്നൊക്കെ ഇത്തരത്തിൽ ഈ പോലീസ് വേഷമൊക്കെ ഇട്ട് ഉള്ള ഈ പരിശീലനത്തിന്റെ വീഡിയോകളൊക്കെ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ എനിക്കും പോലീസാകണം, എനിക്കും വേഷമിടണം എന്നുള്ള ഒരു കാര്യമാണ് മാനവ് പറഞ്ഞത്. അങ്ങനെ മാനവിന്റെ ഒരു ആ ആഗ്രഹം അത് നടത്തി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പാസിംഗ് ഔട്ടിൽ ഒരു പോലീസുകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷം അത് കിരണ് വേണ്ടി കിരണിന്റെ ഭാര്യയും അതുപോലെ തന്നെ വീട്ടുകാരും എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് നൽകി എന്നുള്ളതാണ്. കണ്ടുനിന്ന എല്ലാവരുടെയും എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ പതിയും. ആ കുഞ്ഞിന്റെ ആഗ്രഹം പോലെ അവനും ഒരു പോലീസുകാരനാകാൻ കഴിയട്ടെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവന്റെ മുത്തച്ഛനും പോലീസുകാരനാണ്, അച്ഛനും ഇപ്പോൾ പോലീസാണ്. ഇനിയിപ്പോൾ അവനും മാനവും അവന്റെ ഒരു ആഗ്രഹം പോലെ പോലീസുകാരനാകട്ടെ. അതെ, മാനവിന് ആ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ എല്ലാ സപ്പോർട്ടുമായി മുത്തച്ഛനും അച്ഛനും ഒക്കെ ഉണ്ടാകുമല്ലോ. എന്തായാലും ഈ ഒരു ട്രെയിനിങ് കൊടുത്തത്, സല്യൂട്ട് അടിക്കാനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തത് മുത്തച്ഛനാണ്. അതുപോലെ അവന് എല്ലാ സപ്പോർട്ടുമായിട്ട് ആ വീട്ടുകാരുണ്ടാവട്ടെ എന്നുകൂടി പ്രതീക്ഷിക്കുകയാണ്. ശരി ലിഷോയ്.